ലാസ്റ്റ് വീക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന ഒരു കമന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വളരെ കറക്റ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, നമ്മൾ പാരാമെഡിക്കൽ കോഴ്സസ് എടുത്താൽ ഇന്റേൺഷിപ്പ് ഇല്ല, ജോലിയില്ല എന്നെല്ലാം പറയുന്നത് വളരെ തെറ്റായ ധാരണകളാണ്. കോഴ്സ് അല്ല ഇവിടെ പ്രശ്നം, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിന്റെ എല്ലാം കാരണമായി വരുന്നത്. ഇതിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ടൈപ്പ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ ട്രെയിനിങ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്, നമ്മുടെ കൗൺസിൽ രജിസ്ട്രേഷൻ അസിസ്റ്റൻസ് എന്നീ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കാർഡിയാക് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ICU, കാത്ത് ലാബ്, കാർഡിയക് ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ സ്റ്റുഡൻസിന് മാൻഡേറ്ററി ആയിട്ട് ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് കിട്ടണം. ഇപ്പം അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് സ്റ്റുഡൻസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അഡ്മിഷൻ എടുക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. അവിടെ തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, നമുക്കത് ചോദിച്ചറിയാം. വ്യക്തമായി കോളേജ് കണ്ട് അറിഞ്ഞതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ കൺഫേം ചെയ്യുക. പ്ലേസ്മെന്റ് റെക്കോർഡ്സ് എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അതുപോലെ തന്നെ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടോ, ഈ കോഴ്സിന് നമ്മൾ എടുക്കുന്ന കോഴ്സിന് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഹോസ്പിറ്റൽ അഫിലിയേഷൻ നമ്മൾ ഒന്നും കൂടി ഉറപ്പുവരുത്തുക. പാരാമെഡിക്കൽ ഫീൽഡ് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഇതിനകത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഫ്യൂച്ചർ തന്നെയാണ് പാരാമെഡിക്കൽ ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാമിത്രയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.